ഹലോ നമസ്കാരം. ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി ജി ആർ ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും ചേർന്ന് തിരക്കഥ എഴുതി കലാസംവിധായകനായ ജ്യോതിഷ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ലിജോ മോൾ, ആനന്ദ് മന്മഥൻ, സജിൻ ഗോപു, ദീപക് പറമ്പോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തിയേറ്റർ റിലീസ് ചെയ്ത ശേഷം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം പൊന്മാൻ. ജി ആർ ഇന്ദുഗോപന്റെ കൃതികൾ ഇതിനു മുമ്പും തിരക്കഥകളായി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മികച്ച തിരക്കഥയാണ് പൊന്മാനിൻ്റെത്. ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൊന്നാണ് ചിത്രത്തിന്റെ പ്രധാന വിഷയം. കൊല്ലത്ത് തീരപ്രദേശത്ത് താമസിക്കുന്ന സ്റ്റെഫി, അമ്മ, സഹോദരൻ ബ്രൂണോ. സ്റ്റെഫിയുടെ കല്യാണത്തിന് സ്വർണത്തിന് ആവശ്യം വരികയും മറ്റു വഴികളില്ലാതായപ്പോൾ സഹോദരൻ ബ്രൂണോ ഒരു വഴി കണ്ടെത്തുന്നതും തുടർ സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത്. ഒരു പാട്ടിലൂടെ കൊല്ലത്തേക്കും അവിടെയുള്ള മനുഷ്യരിലേക്കും കഥാപാത്രങ്ങളിലേക്കും പ്രേക്ഷകനെ ഇന്നാക്കുന്നത് മുതൽ മികച്ച എൻഗേജിംഗ് ആയ കയ്യടക്കത്തോടെയുള്ള തിരക്കഥയാണ് ചിത്രത്തിൻ്റെത്. ചിത്രത്തിൽ പി അജേഷ് എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ബേസിൽ അവതരിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് ബേസിലിന്റെ സിനിമയാണ്. കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ബേസിൽ ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നിസ്സഹായത, കടന്നുപോകുന്ന ആത്മസംഘർഷങ്ങൾ എന്നിവ മികവോടെ സ്ക്രീനിൽ എത്തിക്കുന്നുണ്ട് ബേസിൽ. പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും കൈവിടാത്ത ആത്മവിശ്വാസം, ശക്തമായ പോരാട്ടങ്ങൾ എന്നിവയിൽ അയാൾ മിന്നുന്നുണ്ട്. ഒരു സാധാരണക്കാരന്റെ ചെറുത്തുനിൽപ്പിന്റെ, നിശ്ചയദാർഢ്യത്തിന്റെ നിമിഷങ്ങൾ പ്രേക്ഷകനെ അയാളിലേക്ക് പിടിച്ചെടുപ്പിക്കും. കൺവിൻസിംഗ് ആയി തന്നെ ബേസിലിന്റെ എല്ലാ മാനറിസങ്ങളും അഴിച്ചുവെച്ച് അയാൾ പി അജേഷായി പരകായ പ്രവേശം ചെയ്യുന്നുണ്ട്. അജേഷ് ഹീറോയാടാ എന്ന് പ്രേക്ഷകൻ പറയുന്നിടത്തേക്ക് അയാൾ എത്തിക്കുന്നുണ്ട്. ബാക്കി സ്ക്രീനിൽ കണ്ടറിയാം. രണ്ടാമതായി ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ലിജോ മോൾ അവതരിപ്പിച്ച സ്റ്റെഫി എന്ന കഥാപാത്രമാണ്. നിസ്സഹായത, സ്വാർത്ഥത, ആർദ്രത എന്നിങ്ങനെ മാറി മറിയുന്ന ഷെയ്ഡുകളെ കയ്യടക്കത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ലിജോ മോൾ ഈ ചിത്രത്തിൽ. അത് ഈ ചിത്രത്തിന്റെ പില്ലറായി തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. പിന്നെ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം സജിൻ ഗോപു അവതരിപ്പിച്ച മരിയാനോ ആണ്. ആവേശത്തിലെ അംബാനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ഞെട്ടിക്കുന്നുണ്ട്. സ്വഭാവ സവിശേഷതകൾ, മാനസികാവസ്ഥ എന്നിവ സൂക്ഷ്മതയോടെ അവതരിപ്പിക്കാനും അവസാനം വരെ ആ ഇമ്പാക്റ്റ് നിലനിർത്താനും സജിനാവുന്നുണ്ട്. മരിയാനോയുടെ നിസ്സഹായാവസ്ഥ മറ്റൊരു രീതിയിലാണ് സ്ക്രീനിൽ തെളിയുന്നത്. അയാൾ ഉൾപ്പെടുന്ന സിസ്റ്റം, അയാളിൽ ഏൽപ്പിക്കുന്ന പ്രഷർ അയാളുടെ ബോഡി ലാംഗ്വേജിൽ കാണാം. അത് സജിന്റെ മികവാണ്. അതുപോലെ തന്നെ സ്റ്റെഫിയുടെ അമ്മയായി വന്ന കഥാപാത്രം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. നോട്ടങ്ങളിൽ വരെ അവർ പ്രേക്ഷകനെ തൊടുന്നുണ്ട്. സ്റ്റെഫിയുടെ സഹോദരൻ ബ്രൂണോയായെത്തുന്ന ആനന്ദ് മന്മഥൻ ആ കഥാപാത്രം കടന്നുപോകുന്ന ആത്മസംഘർഷങ്ങൾ, സ്വഭാവ സവിശേഷതകൾ എന്നിവ ഗംഭീരമായി സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട്. ദീപക് പറമ്പോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, സുഹൃത്തുക്കളായെത്തുന്ന മറ്റ് കഥാപാത്രങ്ങൾ എന്നു തുടങ്ങി സ്ക്രീനിൽ വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ വരെ ഗംഭീര പ്രകടനമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ബ്രൂണോ അവതരിപ്പിച്ച കഥാപാത്രം മരിയാനോയുടെ നാടിനെ കുറിച്ച് പറയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ആ ഇടത്തെ, ആ നാടിനെ അതിമനോഹരമായി ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഛായാഗ്രഹണം ഈ ചിത്രത്തിന്റെ പ്രധാന മികവുകളിൽ ഒന്നാണ്. സനു ജോൺ വർഗീസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഗംഭീരാണ്. ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം ചിത്രത്തിന്റെ ഇന്റൻസ് ആയ അനുഭവത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നിതിൻ രാജിന്റെ എഡിറ്റിംഗും എടുത്തു പറയേണ്ട ഒന്നാണ്. മികച്ച തിരക്കഥ, ഗംഭീര അവതരണം, ഉജ്ജ്വല പ്രകടനങ്ങൾ എന്നിവ കൊണ്ട് മികച്ച അനുഭവം തരുന്ന ചിത്രം തീർച്ചയായും കാണാവുന്നതാണ്. നാം ഉൾക്കൊള്ളുന്ന സിസ്റ്റത്തെ ശക്തമായി വിമർശിക്കുന്ന, കാണേണ്ടുന്ന കാഴ്ചകളുടെ പൊന്മാൻ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ കാണാം. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 5 മിനിറ്റ്. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്താം. സ്നേഹപൂർവ്വം, അഖിൽ ഗോവിന്ദ്.